ഒരു പടം കണ്ടിറങ്ങിയിട്ട് നമുക്ക് തോന്നുകയാണ്, അയ്യോ ഈ പടം തീർന്നു പോയല്ലോ, അല്ലെങ്കിൽ ഈ പടം തീരണ്ടായിരുന്നു. അങ്ങനെ ഫീലിംഗ് തരുന്ന ഒരു സിനിമയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഗിരീഷ് ഷെഡിയുടെ മറ്റൊരു മാജിക്. എങ്ങനെ എഫേർട്ട്ലെസ് ആയിട്ടാണ് ഗിരീഷ് ഷെഡി ഒരു സിനിമ ഉണ്ടാക്കുന്നത്. പ്രേക്ഷകർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കോമഡീസും ഇമോഷണൽ എലമെൻസും ഫാമിലിക്കും ജെൻസികൾക്കും 19 വയസ്സുള്ള അപ്പാപ്പന്മാർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു പടം എടുക്കാൻ കഴിയുക. ഗിരീഷ് ഷെഡി ഒരു മജീഷ്യൻ തന്നെയാണ്. അതുപോലെ തന്നെ നിവിൻ പോളി, എന്താ ചാംനെസ്. പഴയ നിവിൻ പോളി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, പക്ഷേ നിവിൻ പോളി എപ്പോഴും നിവിൻ പോളി തന്നെയാണ്. അമിതാഭ് ബൈജുവിൻ്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സുരേഷ് കൃഷ്ണ, പിന്നെ ചൂരല്ല ഷമീർ, വിനയ് ഫോർട്ട്, സംഗീത് പ്രതാപ്, അങ്ങനെ ഇതിനകത്ത് മറ്റേ ഒരു സ്പൂഫ് സാധനം വരുന്നുണ്ട്. ഇൻട്രോയിലൊക്കെ കഴിച്ചിട്ട് അത് നല്ല രസമുള്ളൊരു സംഭവമാണ്. പിന്നെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴത്തേക്കും ഒരു മൊണ്ടാഷ് ഇങ്ങനെ വരുന്നുണ്ട്. ലൈക്ക് നമുക്കൊരു പ്രേമം, നിവിൻ പോളിയുടെ ഒരു പ്രേമം വൈബൊക്കെ തരുന്നൊരു മൊണ്ടാഷ് വരുന്നുണ്ട്. അടിപൊളി എഡിറ്റിംഗ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് ചെയ്ത എഡിറ്റിംഗ് ആയിട്ട് നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. എല്ലാവരും പടം തിയേറ്ററിൽ പോയി കാണാം. അടിപൊളി പടം. ഓണം വിന്നറാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്.